ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്വിസ് വേൾഡ്. സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന സംഘടനയായ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പ്രഥമ, ദ്വിതീയ, തൃതീയ സോപാൻ പരീക്ഷകൾക്കും ഇത്തരം സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടത്താറുള്ള മത്സര പരീക്ഷകൾക്കും ഏറെ സഹായകരമായ വീഡിയോയാണ് ഇന്നത്തേത്. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ പുതുപുത്തൻ വിജ്ഞാനപ്രദമായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം ലഭിക്കുന്നതാണ്. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, സ്കൗട്ടിൻ്റെ മോട്ടോ എന്താണ്? ആദർശവാക്യം. ഉത്തരം ബി പ്രിപ്പേർഡ് അഥവാ തയ്യാർ. സ്കൗട്ട് ഗൈഡ് മോട്ടോയുടെ അർത്ഥം എന്താണ്? ഉത്തരം ഫിസിക്കലി സ്ട്രോങ്, മെന്റലി അവേക്ക്, മോറലി സ്ട്രെയിറ്റ്. സ്കൗട്ട് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം BP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സർ ബേഡൻ പവൽ. ബേഡൻ പവലിന്റെ മുഴുവൻ പേര് എന്താണ്? സർ റോബർട്ട് സ്റ്റീഫൻസൺ സ്മിത്ത് ബേഡൻ പവൽ. ബേഡൻ പവലിന്റെ ഓമന പേര് എന്താണ്? നിക്നെയിം. ഉത്തരം സ്റ്റെഫി. ബേഡൻ പവൽ ജനിച്ചത് എപ്പോഴാണ്? വർഷം, മാസം, തീയതി. ഉത്തരം 1857 ഫെബ്രുവരി 22. ബേഡൻ പവലിന്റെ പിതാവ് ആരാണ്? ഉത്തരം HG ബേഡൻ പവൽ. HG ബേഡൻ പവൽ. ബേഡൻ പവലിന്റെ മാതാവ് ആരാണ്? ഉത്തരം ഹെൻറീറ്റ. ഹെൻറീറ്റ സ്മിത്ത് ബേഡൻ പവൽ. ബേഡൻ പവൽ ജനിച്ച സ്ഥലം ഏതാണ്? ഉത്തരം ലണ്ടനിലെ സ്റ്റാൻഹോപ്പ് എന്ന തെരുവ്. ബേഡൻ പവൽ പട്ടാളത്തിൽ ചേർന്നത് എപ്പോഴാണ്? ഉത്തരം 1876, 1876. ബേഡൻ പവൽ സ്കൗട്ടിങ്ങിന് വേണ്ടി ജോലിയിൽ നിന്ന് വിരമിച്ച വർഷം ഏതാണ്? ഉത്തരം 1910, 1910. ബേഡൻ പവലിന് ഏത് വർഗ്ഗക്കാരിൽ നിന്നാണ് ലെഫ്റ്റ് ഹാൻഡ് ഷേക്ക് ഹാൻഡ് ലഭിച്ചത്? ഉത്തരം ആഷാൻജി ഗോത്രവർഗക്കാരുടെ തലവനായ പെരമ്പയിൽ നിന്ന്. ബേഡൻ പവൽ സ്കൗട്ടിംഗ് തുടങ്ങിയ വർഷം? ഉത്തരം 1907, 1907. സ്കൗട്ടിംഗ് ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഏതാണ്? സ്കൗട്ടിംഗ് ബൈബിൾ. ഉത്തരം സ്കൗട്ടിംഗ് ഫോർ ബോയ്സ്. സ്കൗട്ടിംഗ് ഫോർ ബോയ്സ് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം ബേഡൻ പവൽ. സ്കൗട്ടിംഗ് ഫോർ ബോയ്സ് എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? ഉത്തരം 1908, 1908. ക്രിസ്റ്റൽ പാലസ് റാലി നടന്ന വർഷം ഏതാണ്? ക്രിസ്റ്റൽ പാലസ് റാലി. ഉത്തരം 1909, 1909. ഒരു ആസ്പിരന്റ് സ്കൗട്ട് ആകുന്നത് എപ്പോഴാണ്? ഉത്തരം ഇൻവെസ്റ്റിറ്റ്യൂട്ട് സെറമണി, ചിഹ്നദാന ചടങ്ങിൽ പ്രതിജ്ഞയെടുത്ത് കഴിയുമ്പോൾ. സ്കൗട്ട് ഓർ ഗൈഡ് സൈൻ കാണിക്കുമ്പോൾ പൊങ്ങി നിൽക്കുന്ന 3 വിരലുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം പ്രതിജ്ഞയുടെ 3 ഭാഗങ്ങൾ. ഒരു സ്കൗട്ട് നിർബന്ധമായും ധരിക്കേണ്ട ബാഡ്ജ് ഏതാണ്? ഉത്തരം പ്രവേശ് ബാഡ്ജ് അഥവാ മെമ്പർഷിപ്പ് ബാഡ്ജ്. സ്കൗട്ട് ക്യാപ്പിന്റെ പേര് എന്താണ്? സ്കൗട്ട് ക്യാപ്പിന്റെ പേര്? ഉത്തരം ബീരറ്റ് ക്യാപ്പ് ഓർ ബീററ്റ് ക്യാപ്പ്. വേൾഡ് സ്കൗട്ട് ഫ്ലാഗിന്റെ നിറം എന്താണ്? ഉത്തരം പേർപ്പിൾ.
ഷോൾഡർ ബാഡ്ജിന്റെ വലുപ്പം എത്രയാണ്? 6 സെന്റിമീറ്റർ മുതൽ 8 സെന്റിമീറ്റർ വരെ നീളം, 1.5 സെന്റിമീറ്റർ വീതി. സ്കാർഫിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്? 60 സെന്റിമീറ്റർ മുതൽ 70 സെന്റിമീറ്റർ വരെ, 60 സെന്റിമീറ്റർ ടു 70 സെന്റിമീറ്റർ. സ്കൗട്ട് നിയമത്തിന് എത്ര ഭാഗങ്ങളുണ്ട്? സ്കൗട്ട് നിയമം ഒരെണ്ണമാണ്, അതിന്റെ പാർട്സ് എത്രയാണ്? ഉത്തരം 9, 9. സ്കൗട്ടിംഗ് ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1909, 1909. ഇന്ത്യയിൽ സ്കൗട്ട് തുടങ്ങിയത് ആരാണ്? ഉത്തരം ക്യാപ്റ്റൻ TH ബേക്കർ. ക്യാപ്റ്റൻ TH ബേക്കർ. ഭാരത് സ്കൗട്ടിന്റെ ആദ്യ പേര് എന്തായിരുന്നു? ഉത്തരം ബോയ്സ് സ്കൗട്ട് അസോസിയേഷൻ. ബോയ്സ് സ്കൗട്ട് അസോസിയേഷൻ. ഇന്ത്യയിൽ സ്കൗട്ട് ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ബാംഗ്ലൂർ. പ്രവേശ് ഓർ മെമ്പർഷിപ്പ് ബാഡ്ജിന്റെ നിറം എന്താണ്? ഉത്തരം ഗ്രീൻ അഥവാ പച്ച. മെമ്പർഷിപ്പ് ബാഡ്ജിൽ സ്കൗട്ട് ചിഹ്നത്തിന്റെ നിറം എന്താണ്? ഉത്തരം മഞ്ഞ, യെല്ലോ. ഒരു സ്കൗട്ട് പ്രവേശ് ബാഡ്ജ് ധരിക്കുന്നത് എവിടെയാണ്? ഒരു സ്കൗട്ട് പ്രവേശ് ബാഡ്ജ് ധരിക്കുന്നത് എവിടെ? ഉത്തരം ഇടതു പോക്കറ്റിന്റെ മധ്യത്തിൽ. ഇടതു പോക്കറ്റിന്റെ മധ്യത്തിൽ. ഒരു ഗൈഡ് മെമ്പർഷിപ്പ് ബാഡ്ജ് ധരിക്കുന്നത് എവിടെയാണ്? ഷർട്ടിന്റെ ഇടതു കൈയുടെ മധ്യത്തിൽ. ഷർട്ടിന്റെ ഇടതു കൈയുടെ മധ്യത്തിൽ. ഇന്ത്യക്കാരായ കുട്ടികൾക്ക് വേണ്ടി സ്കൗട്ടിംഗ് ആരംഭിച്ചത് ആരാണ്? ഉത്തരം വിവിയൻ ബോസ്. വിവിയൻ ബോസ്. ഇന്ത്യക്കാരായ കുട്ടികൾക്ക് വേണ്ടി സ്കൗട്ടിംഗ് ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1913, 1913. ഇന്ത്യൻ ബോയ്സ് സ്കൗട്ട് അസോസിയേഷൻ രൂപീകരിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ ആനി ബസന്റ്. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായ ഡോക്ടർ ആനി ബസന്റ്. ഇന്ത്യൻ ബോയ്സ് സ്കൗട്ട് അസോസിയേഷൻ രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം 1916, 1916. സേവാസമിതി സ്കൗട്ട് അസോസിയേഷൻ രൂപീകരിച്ചത് ആരാണ്? സേവാസമിതി സ്കൗട്ട് അസോസിയേഷൻ. ഉത്തരം പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയും ഡോക്ടർ ഹൃദയനാഥ് കൻസ്റുവും. സേവാസമിതി സ്കൗട്ട് അസോസിയേഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? ഉത്തരം 1917, 1917. ഹിന്ദുസ്ഥാൻ സ്കൗട്ട് അസോസിയേഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 1938, 1938. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 1950, നവംബർ 7, 1950, നവംബർ 7. BSGയുടെ പൂർണ്ണരൂപം എന്താണ്? BSG. ഉത്തരം ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് നിലവിൽ വരാൻ പ്രധാനമായും പ്രവർത്തിച്ചവർ ആരൊക്കെയാണ്? ഉത്തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മൗലാന അബ്ദുൽ കലാം ആസാദും. ഗേൾ ഗൈഡ് അസോസിയേഷൻ BSGയിൽ ചേർന്ന വർഷം ഏതാണ്? ഉത്തരം 1951, ഓഗസ്റ്റ് 15, സ്വാതന്ത്ര്യ ദിനത്തിൽ. 1951. KSBSGയുടെ പൂർണ്ണരൂപം എന്താണ്? കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്. KSBSGയുടെ പ്രസിഡന്റ് ആരാണ്? സ്ഥാനപ്പേരാണ് ഉദ്ദേശിക്കുന്നത്. ഉത്തരം വിദ്യാഭ്യാസ മന്ത്രി. KSBSGയുടെ രക്ഷാധികാരി ആരാണ്? ഇതിൻ്റെയും സ്ഥാനപ്പേരാണ് ഉദ്ദേശിക്കുന്നത്. ഉത്തരം കേരള ഗവർണർ.
KSBSGയുടെ ചീഫ് കമ്മീഷണർ ആരാണ്? ഉത്തരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. KSBSGയുടെ സ്റ്റേറ്റ് പരിശീലന കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ പാലോട്. KSBSGയുടെ സ്റ്റേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ വികാസ് ഭവനിൽ. വികാസ് ഭവൻ, ട്രിവാൻഡ്രം. KSBSGയുടെ റീജിയണൽ ട്രെയിനിങ് സെന്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോഴിക്കോട് ജില്ലയിലെ നടുവത്തൂർ, കോഴിക്കോട്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ വരും വീഡിയോകൾക്കായി കാത്തിരിക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നന്ദി.